ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് തോട്ടിൻ്റെ അടുത്തേക്ക് വന്നതാട്ടോ. അപ്പോൾ ഇന്നലെ അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വെള്ളം നിറഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നല്ല കലങ്ങി മറിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴയല്ലേ കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമല്ല, ഇന്ന് 2 ദിവസമായിപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ പുറത്തത്തെ പുതിയ അടുക്കളയിലാട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഞാൻ ഈ അടുക്കളേൻ്റെ ജനൽ എപ്പോഴും തുറന്നിടും കേട്ടോ. അപ്പോൾ ഒരു ഇതല്ലേ. പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ ആയാൽ ഭയങ്കര ഈ അച്ചിലും മറ്റില്ലേ ഇതിൻ്റെ എല്ലാം ശല്യമായിരിക്കും. അപ്പോൾ ഇവരെ രണ്ടാളെയും ഗിരീശേട്ടൻ പല്ലേപ്പിച്ച് കുളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാം കൂടെ രാവിലെ നടക്കുകയില്ല. കാരണം നടക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റാൽ നടക്കും. പക്ഷെ ഞാൻ മഴ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എണീക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ രാത്രി നല്ലവണ്ണം വൈകിട്ട് കിടക്കുന്നത്. കുഞ്ഞ് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. 12 മണിയല്ല ഓരോരിക്കും ഉറങ്ങുമ്പോൾ. അപ്പം നമുക്ക് രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റാവും. അപ്പം നമ്മളെ കൂടെ ഉള്ളവരത് മനസ്സിലാക്കുകയാണെങ്കിൽ അവരും കൂടെ കുറച്ച് സഹായിക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും 2 പിള്ളേരെയും കൊണ്ട്. പണ്ടത്തെ കാലം പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ഈ നമ്മൾ 5 പ്രസവിച്ചു അല്ലെങ്കിൽ 10 പ്രസവിച്ചു, അന്നില്ലവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പം ഇല്ലവർക്ക് 2 പിള്ളേരെ നോക്കാൻ തന്നെ കഴിയുന്നില്ല എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലവർക്ക് പണ്ടില്ലവരത്ര ആരോഗ്യവും ഇല്ല കേട്ടോ. അതും പറയണമല്ലോ. അപ്പോൾ ചിലപ്പോൾ എന്തുകൊണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവർ രണ്ടാളെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മൂത്ത ആൾ കുറച്ച് പറഞ്ഞാൽ കേൾക്കും, പക്ഷേ രണ്ടാമത്തെ ആൾ നല്ല ഓടി നടക്കുന്ന സമയമല്ലേ. അപ്പോൾ നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ടി വരും. അഥവാ നമ്മൾ എന്തെങ്കിലും പറ്റിച്ച് വെച്ചാൽ നാളെ പുറത്തുള്ളവർ നമ്മളോട് പറയും, ശ്രദ്ധിക്കാത്ത കൊണ്ടല്ലേ കുഞ്ഞി അങ്ങനെ പോയിട്ട് വീണത്, അങ്ങനെ പറയും കേട്ടോ. പക്ഷേ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചാൽ ഇവരെന്തെങ്കിലെല്ലാം ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പുതിയ അടുക്കള കെട്ടിയാൽ പിന്നെ ഈ അടുപ്പിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തോ ഒരു എന്താ പറയുക, ഒരു ത്വര അതന്നെ. എന്താ വെച്ചാൽ ഈ അടുപ്പിൽ കത്തിക്കാതെ ഇപ്പോൾ കുറേ ആയല്ലോ. നമ്മൾ ഗ്യാസിൽ തന്നെയല്ലേ, അപ്പം അടുപ്പിൽ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വേറെയല്ലേ. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അതിനോടൊരു പുതുമ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തുടച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാരമൊക്കെ വാരി മാറ്റിയിട്ട് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വന്നു കേട്ടോ. ചാരമൊക്കെ അടുപ്പിനകത്ത് ഇങ്ങനെ നമ്മൾ വരഞ്ഞ് മാറ്റി വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രവും കഴുകി അതിൻ്റെ ഇടയ്ക്ക് തുടയ്ക്കുകയും ചെയ്തു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ഇന്ന് കടലക്കറി ആട്ടോ ആക്കുന്നത്. അപ്പോൾ കടല ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കടല നല്ല പകല കഴുകി നമ്മൾ കുക്കറിനകത്ത് വെച്ചു. കുക്കറിനൊരു വാലില്ല കേട്ടോ. കുക്കറിൻ്റെ വാല് എവിടെയോ കാണാതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു വിസിലും പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഫ്ലോപ്പായൊരു കുക്കറാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചത് കേട്ടോ. അപ്പോൾ അതൊന്നും സാരമില്ല. കുക്കറിൻ്റെ പണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി തേങ്ങ പൊട്ടിക്കണം. അങ്ങനെ തേങ്ങ പൊട്ടിച്ചിട്ട് അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ചു. അതിനകത്ത് നിന്ന് ലേശം വെള്ളം കുടിച്ചു രാവിലെ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ കടലക്കറിയുടെ പണി നോക്കുക കേട്ടോ. അപ്പോൾ ദോശയുടെ അരപ്പും കൂടെ അരച്ച് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ അടുപ്പിലാണ് ദോശ ഇടുന്നത്. അങ്ങനെ ദോശക്കല്ലൊക്കെ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ചെക്ക ഒരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ചെക്കന് എടുക്കത്തെ ഡിമാൻഡ് എന്നെങ്കിലും ഞാൻ എങ്ങനെ കയ്യെ കാലെ പിടിച്ച് ഒന്ന് ഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദോശ ചുട്ട് അടച്ച് വെച്ചു കേട്ടോ. അതിപ്പോൾ നമ്മുടെ ഇങ്ങോട്ടുള്ള നീർദോശയാണ്. ഈ രാവിലെ നമ്മൾ പച്ചരിയും തേങ്ങയെല്ലാം കൂടെ അരച്ചിട്ട് ഞാൻ അതിനകത്ത് നീരുള്ളിയും കുറച്ച് ജീരകമെല്ലാം ഇടും കേട്ടോ. അപ്പം വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് വെറുതെ കഴിക്കാനും നല്ല രസമുണ്ടാവും. അപ്പം നമ്മളെ നമ്മൾ ഈ ഉരയ്ക്കുന്ന ഇതുണ്ടല്ലോ, എണ്ണ തൂക്കുന്ന സാധനം ഈ സംഭവമായിട്ടോ. നമ്മൾ പിന്നെ ഇപ്പം പിന്നെ ആ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവം ഉണ്ടല്ലോ, അതല്ല എല്ലാവരും തൂക്കുന്നത്. എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ തൂത്ത് ഞാനിങ്ങനെ നല്ല വട്ടത്തിൽ ദോശയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് വട്ടത്തിലല്ല, ഒരു ഭൂപടം പോലെ ആയിട്ടുണ്ട്. എന്നാലും സാരമില്ല. അങ്ങനെ ഞാൻ ദോശ ചുട്ടത് ആദ്യത്തെ ദോശ തന്നെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു പോയി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ അടുപ്പത്ത് വെച്ച് കുറേ ആയല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിചയക്കുറവുകൊണ്ടായിരിക്കും. അപ്പം ഗ്യാസിലാകുമ്പോൾ നമുക്ക് തീയൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കണ്ട. ഇതപ്പോൾ കറക്റ്റ് തീ നമുക്ക് ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഈ അടുപ്പിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ചായ കുടിച്ചു കേട്ടോ. ദോശയും കടലക്കറിയും കൂട്ടി ചായ കുടിച്ചു. അപ്പോൾ ഇവന് കടലക്കറിക്ക് കുറച്ച് എരിവായതുകൊണ്ട് ഇവൻ പഞ്ചസാര കൂട്ടിയായിട്ട് ചായ കുടിച്ചേ. അപ്പോൾ ഇന്ന് ഈ അടുപ്പിൽ ചോറ് വെക്കുന്നത്, നമ്മൾ അടുപ്പിലാണ് ചോറ് വെക്കുന്നത്. ഇന്ന് നമ്മൾ ഇൻഡക്ഷൻ കുക്കറല്ല പോട്ടെ, റൈസ് കുക്കറൊക്കെ നമ്മൾ മാറ്റി വെച്ചു. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ പരിപാടി മൊത്തം മൺചട്ടിയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ നാടനായ ജീവിതമാണ് നയിക്കുന്നത്, ലളിതമായ ജീവിതത്തിലേക്ക് കടന്നു. അപ്പോൾ ഇന്ന് നല്ല പുകയുള്ള അടുപ്പിൽ ഞാൻ ഊതി പണ്ടാറടങ്ങി.
അയ്യോ എൻ്റെ ദൈവമേ, ചുമച്ച് മടുത്ത് ഞാൻ. എന്നാലും സാരമില്ല, നമ്മൾ ഇപ്പോൾ അടുപ്പിൽ വെച്ച ചോറുണ്ണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ അടുപ്പിൽ ചോറ് വെച്ചു. അപ്പോഴത്തേക്കും അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം അമ്മയുടെ തലയിലായി. പിന്നെ ഞാൻ അങ്ങോട്ട് അവിടെ ഇരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ഇടുമ്പം ഷിട്ടു വന്നിട്ട് തേങ്ങ വെച്ചു, തേങ്ങ കൊടുത്തു. പിന്നെ അമ്മ ഇങ്ങനെ തീ നീക്കി കേട്ടോ. അമ്മ ഇന്ന് മൊത്തം അടുപ്പിലാണ്. അപ്പം അമ്മ പറയുകയാണ് ഈ ആദ്യത്തെ ഒരു ആവേശം ഉണ്ടാവത്തുള്ളൂ, പിന്നെ നീ ഇത് അടുപ്പിലൊന്നും കത്തിക്കാൻ പോകുന്നില്ല ജിഞ്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അമ്മ, നോക്കിക്കോ നിങ്ങൾ, ഇനി ഞാൻ അങ്ങോട്ട് ഫുൾ ഈ അടുപ്പിലാണ് പരിപാടി, ഗ്യാസ് കത്തിക്കുന്ന പരിപാടി ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു അതൊക്കെ തോന്നലാണ്, നമുക്ക് കുറച്ചും കൂടെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അമ്മ ഇന്ന് ക്യാബേജും ക്യാരറ്റും മിക്സ് ചെയ്തിട്ട് തോരൻ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു സാമ്പാർ വെക്കാമെന്ന്. അങ്ങനെ തോരൻ വെക്കുന്ന സമയത്ത് കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞ് അപ്പോൾ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഈ തോടുള്ളതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ തുണിയൊക്കെ അലക്കി ആറിയിട്ടു. അപ്പോൾ അമ്മ അടുത്ത പടി എന്ന വണ്ണം ഞാനിപ്പോൾ അടുപ്പിൽ പാകം ചെയ്യാൻ തുടങ്ങിയ പിന്നെ മൺചട്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മൺചട്ടിയിൽ അമ്മ സാമ്പാർ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നാടൻ രുചികളാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. ഇന്നിപ്പോൾ കക്കരിക്ക പെരക്കുന്ന കേട്ടോ ഇതിനെ പറയുന്നത്. കക്കരിക്ക പെരക്ക് പച്ചടിയാണോ ഇതെന്തെന്നാണ് എനിക്കറിയാം. കക്കരിക്ക പെരക്കെന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മളൊരു പിടി പിടിച്ചു. അവർ അച്ഛനമ്മ വീട്ടിലേക്ക് പോയി. വൈകുന്നേരം ആയപ്പോൾ ഗീഷേട്ടൻ്റെ ഏട്ടൻ്റെ വീട് വേലക്കുന്ന് അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഒരു ഏട്ടൻ്റെ വീട് മാത്രം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ശരിക്കും വയനാട് ചുരം വയനാട് ചുരമല്ലേ, വയനാട് ചുരം പോലത്തെ സ്ഥലത്തെ കൂടെയാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ ആ ഭാഗത്തെ കരിച്ചേരി കുന്ന് എന്ന് പറയും, കരിച്ചേരി വളവ്. അപ്പോൾ ഈ കുറേ വളവ് കയറി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ പോയി. പിന്നെ കുണ്ടൻകുഴിയൊക്കെ കഴിയണം കേട്ടോ, വേലക്കുന്ന് എത്തണം. അപ്പോൾ കുണ്ടൻകുഴിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തി. ഫുൾ പാറപ്രദേശമാണ് കേട്ടോ, ഫുള്ള് പാറയാണ്. അപ്പം നമ്മളവിടെ എത്താനാകുമ്പോഴത്തേക്ക് പിന്നെയും മഴ പാറിക്കൊണ്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്, ഫുള്ള് പാറ. അപ്പം മുന്നേ നമ്മളിവിടെ കുടിയുടലിൽ വരുമ്പോൾ ഈ വീടിൻ്റെ മുന്നിൽ വീടുണ്ടായിരുന്നില്ല, ഇപ്പം വീട് വന്നു കേട്ടോ. അങ്ങനെ എന്താ പറയണ്ടേ, നമ്മളെ വീട്ടിലെത്തി. ഇതാണ് വീട് കേട്ടോ. ഉള്ളിലേക്ക് പോയിട്ടാകുമ്പോൾ ഏട്ടത്തിയാണ്. പക്ഷേ ഏട്ടത്തിന്ന് വിളിക്കല്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് സെയിം ഏജാണ്. അപ്പോൾ പിന്നെ ഏട്ടത്തിന്നൊന്നും വിളിക്കേണ്ട, ചുമ്മാ വെറുതെ ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി ഏട്ടത്തിന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കങ്ങനെ അങ്ങനെ വിളിച്ചില്ല, ആദ്യം മുതൽ അങ്ങനെ വിളിക്കാത്തതുകൊണ്ട് പിന്നെ അത് വലിയ ശീലമില്ല. കുറച്ച് സമയം അതിലെ കൂടെയൊക്കെ നടന്ന് നമ്മൾ കുറച്ച് സമയം വർത്താനം പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചുറ്റുമ്പോൾ നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ മോളുണ്ട് പൊന്നു. അപ്പോൾ ഇവർ രണ്ടാളും നല്ല കളിയിലായി. അപ്പോൾ പിന്നെ ഇനിയിപ്പം നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ലോണം വൈകി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നോക്കുമ്പോൾ ഹമ്പ് പറയുന്നുണ്ട്, റെയിൻബോ എന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മയിലടിയിലൊക്കെ കൂടെ ഓടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല റെയിൻബോ കണ്ടു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കൂട്ടുകാരെ, വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.